എൻ അലി അബ്ദുള്ള, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി ആണ് നമ്മളോടൊപ്പം ഈ ഘട്ടത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ചേരുന്നത്. ശ്രീ എൻ അലി, സ്വാഗതം. BJPയുടെ പ്രതിനിധിയുമായി ഞാൻ ഈ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചോദിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വലിയ വീഴ്ച പറ്റിയതുകൊണ്ടല്ലേ BJPക്ക് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അവസരം ലഭിച്ചത്? അത് ശരിയല്ല. കേരളത്തിലെ വഖഫ് ബോർഡിൽ 2009 മുതൽ 14 വരെ ഞാൻ മെമ്പറായിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ വളരെ നന്നായി വഖഫ് നിയമം പാലിക്കപ്പെടുകയും വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുകയും അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ മുമ്പിലുള്ള വഖഫ് നിയമ ഭേദഗതി ബില്ല് ദുരുദ്ദേശ്യപരമെന്ന് വേണം വിളിക്കാൻ. വഖഫിൻ്റെ സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വഖഫ് ഭൂമി നഷ്ടപ്പെടാതിരിക്കാനുള്ള, അന്യാധീനപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ പറഞ്ഞതിനോട് ചേർത്ത് ചോദിക്കുകയാണ്. ഈ മുനമ്പം ഭൂപ്രശ്നം യഥാർത്ഥത്തിൽ ഈ വിധത്തിലുള്ള ഒരു ഉത്തരവാദിത്തമില്ലായ്മ അല്ലെങ്കിൽ അശ്രദ്ധയുടെ ഫലമാണ് എന്ന് പറഞ്ഞാൽ എതിർക്കാനാകും? മുനമ്പവും വഖഫ് ഭേദഗതി ബില്ലും തമ്മിൽ ബന്ധമില്ല. ഫറൂഖ് കോളേജിന് അവകാശപ്പെട്ട സ്വത്ത് അത് വഖഫ് ഭൂമിയായിരുന്നു. അത് കയ്യേറ്റങ്ങൾക്കും വിൽപ്പനയ്ക്കും വിധേയമായിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് വേണം അത് മനസ്സിലാക്കാൻ. സംസ്ഥാനമെന്ന കേരളം മാത്രമല്ലല്ലോ ഇന്ത്യ എന്ന മഹാരാജ്യം. ഈ രാജ്യത്ത് ഒരുപാട് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുകയും വിൽക്കപ്പെടുകയും കയ്യേറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലും മുനമ്പത്തെ ഭൂമി ഇടപാടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് തന്നെയാണ് ശ്രീ എൻ അലി അബ്ദുള്ള BJP പറയുന്നത്. അതായത് വഖഫ് സ്വത്തുക്കൾ ഉത്തരേന്ത്യയിലടക്കം വ്യാപകമായ രീതിയിൽ പല ജന്മിമാരും കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആ ബില്ലിന്റെ അല്ലെങ്കിൽ ആ നിയമത്തിന്റെ, നിലവിലുള്ള നിയമത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഫലം സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ന്യായവാദങ്ങളിൽ ഒന്ന്. പലരും ഈ വഖഫ് സ്വത്തുക്കൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയാണെന്ന് പറയപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കിയ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അന്യാധീനപ്പെടാൻ ബാക്കിയുള്ള സ്വത്തുക്കൾ കൂടി വ്യക്തികൾക്കോ സംഘടനകൾക്കോ സ്ഥാപനങ്ങൾക്കോ അവകാശവാദം ഉന്നയിച്ച് കോടതി വ്യവഹാരങ്ങളൊന്നും കൂടാതെ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ ജില്ലാ കലക്ടറുടെയോ സർക്കാർ നിയോഗിക്കുന്ന ഒരു വ്യക്തിയുടെയോ തീരുമാനത്തിന് വിധേയമായി വഖഫ് ഭൂമികൾ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കാനിരിക്കുന്നത് ജനാധിപത്യ മുറപ്രകാരമുള്ള സംരക്ഷണമല്ല, മറിച്ച് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് നിക്ഷിപ്ത താല്പര്യങ്ങളോടുകൂടി വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അത് അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, ഈ സെക്ഷൻ 40 എന്ന് പറയുന്ന വഖഫ് നിയമത്തിലെ ഒരു നിയമമുണ്ടല്ലോ, അതിനെ കരി നിയമം എന്നാണ് BJP വിളിക്കുന്നത്, BJP അനുകൂലികൾ വിളിക്കുന്നത്. പലയിടങ്ങളിലും പ്രശ്നമായി വരുന്നത് വഖഫ് സെക്ഷൻ 40 ആണ്. അതിൽ തന്നെ ഈ വഖഫ് സ്വത്തുക്കളുടെ ഈ അധികാരം അല്ലെങ്കിൽ അതിൻ്റെ അപ്പീലേറ്റ് അതോറിറ്റികൾ ഉൾപ്പെടെ പരിമിതപ്പെടുന്നത് ഈ സെക്ഷൻ 40 കരി നിയമം എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാകുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന BJPയുടെ വാദത്തെ എങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കാനാകും? അത് ഒരിക്കലും ന്യായീകരിക്കപ്പെടാൻ പറ്റിയ വസ്തുതകളല്ല. സത്യം പറഞ്ഞാൽ വഖഫ് ഭൂമിയുടെ സംരക്ഷണമാണ്, ഭൂമികളുടെ സംരക്ഷണമാണ് ഉദ്ദേശ്യമെങ്കിൽ വഖഫ് കൗൺസിലും വഖഫ് ബോർഡുകളും തിരഞ്ഞെടുക്കപ്പെട്ട ബോഡിയായി നിലനിർത്തുന്നതാണ് ഏറ്റവും ഉചിതം. നോമിനേറ്റഡ് ബോഡിയിലേക്ക് അത് മാറുകയും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ അധികാരം കേന്ദ്രീകൃതമാവുകയും ചെയ്യുമ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യവഹാരവും കൂടാതെ ഞാനൊരു ഭൂമിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ചാൽ അത് എനിക്ക് അവകാശപ്പെട്ടതാണെന്നോ എനിക്ക് അവകാശപ്പെട്ടതല്ലെന്നോ തീരുമാനിക്കുന്ന ഒരു ജുഡീഷ്യൽ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല, ഒരു തരം ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ
ഉദ്യോഗസ്ഥരുടെ ഭരണമായി അത് മാറുമ്പം വഖഫ് ഭൂമികൾ സംരക്ഷിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, അത് കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. ഓക്കെ, അവസാനമായി ഒരൊറ്റ ചോദ്യം കൂടി അലി അബ്ദുള്ള. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വഖഫ് നിയമത്തിൽ പ്രകാരം ഇപ്പോൾ ഈ പുതിയ ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാർ പ്രധാനമായും വെക്കുന്ന ക്ലോസുകളിൽ ഒന്ന്, ഒരാൾ ഒരു ഭൂമി വഖഫായി പറഞ്ഞാൽ അല്ലെങ്കിൽ വഖഫിന് നൽകാൻ തീരുമാനിച്ചാൽ അയാളുടെ കുടുംബാംഗങ്ങളുടെ സുരക്ഷിതത്വം, അവരുടെ ജീവനോപാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ വഖഫ് നൽകാനാവൂ എന്ന് പറയുന്നതിലൂടെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന തർക്കങ്ങൾ, പ്രത്യേകിച്ച് ഈ മുനമ്പത്ത് എന്താണ് നടന്നിട്ടുള്ളത് എന്ന് സംബന്ധിച്ച് ഒരു ചുരുക്കരൂപം നമ്മളെ സംബന്ധിച്ചുണ്ടല്ലോ, അതായത് വഖഫ് ഭൂമിയായി നൽകിയ ഭൂമി പിന്നീട് വിൽക്കപ്പെടുന്ന ഒരു സാഹചര്യം, അത് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യമല്ലേ ഒരാൾക്ക് അയാളുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കിയ ശേഷം മാത്രം വഖഫ് പ്രഖ്യാപിക്കുക എന്നുള്ളത്? അത് ഭാവിയിൽ വരാനുള്ള വഖഫുകളെ പറ്റിയാണ്. നിലവിലുള്ള വഖഫുകളെ പറ്റി വാക്കിഫ് എന്ന് പറയുന്ന ആളിൻ്റെ ഉദ്ദേശ്യങ്ങൾ എന്തോ അത് സഫലമാകും വിധമുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടിയിരിക്കുന്നത്. വഖഫ് എന്ന് പറയുമ്പം പൊതുവായ വഖഫുണ്ട്, ഫാമിലി വഖഫ് എന്ന് പറയുന്ന കുടുംബ വഖഫുണ്ട്, വഖഫ് ഔലാദുണ്ട്. നിങ്ങൾ പറഞ്ഞ ചോദ്യം വഖഫ് ഔലാദുമായി ബന്ധപ്പെട്ടതാണ്. നൂറ്റാണ്ടുകളായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസികളായ ആളുകൾ സമർപ്പിച്ച ഭൂമിയാണ് വഖഫ് ഭൂമി. ആ വഖഫ് ഭൂമി തർക്കത്തിലാകുമ്പം സ്വാഭാവികമായും സംരക്ഷിക്കപ്പെടേണ്ടത് വഖഫിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ വഖഫ് ഭരിക്കുന്നതിന് പകരം മുസ്ലിമേതര സമുദായങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള നിയമ ഭേദഗതിയും, അതുപോലെ തന്നെ വഖഫ് ബോർഡിലെ സിഇഒമാർ അമുസ്ലിങ്ങളാകണമെന്നോ ആകാമെന്നോ ഉള്ള ആ കാര്യം വളരെ സംശയകരമായി കൂടിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി നോക്കിക്കാണുന്നത് എന്ന കാര്യം പറഞ്ഞു വെക്കുകയായിരുന്നു ശ്രീ എൻ അലി അബ്ദുള്ള, കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് നമ്മളോട് ഈ ഘട്ടത്തിൽ അവരുടെ വാദങ്ങൾ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ബിൽ അവതരണത്തിന്മേലുള്ള ചർച്ച പാർലമെന്റിൽ തുടരുകയാണ്.